നേതാവ് സന്ദീപ് വാര്യർ ടെലിഫോൺ ലൈനിലുള്ള സന്ദീപ്, ഇഡിയുടെ കുറ്റപത്രത്തിൽ അതൊരു ഹൈവേയിൽ നടന്ന കവർച്ച എന്ന നിലയ്ക്ക് മാത്രമാണ്. എന്താണ് പറയാനുള്ളത്? അല്ല, കൊടകര കുഴൽപ്പണ കേസ് അട്ടിമറിക്കാനുള്ള ബോധപൂർവമായിട്ടുള്ള ഒരു പരിശ്രമം ഉണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. ഈ കേസ് അട്ടിമറിക്കേണ്ടത് BJPയുടെ ആവശ്യമായിരുന്നു. തീർച്ചയായിട്ടും അതിനുവേണ്ടി തന്നെയാണ് അന്വേഷണം, അതിന് ഡിസൈൻ ചെയ്ത രീതിയിൽ തന്നെയാണ് അന്വേഷണം മുന്നോട്ട് പോയത്. ഏറെക്കുറെ പ്രതീക്ഷിച്ച രീതിയിൽ തന്നെയാണ് ഇതിന്റെ നിഗമനത്തിലേക്കും അന്വേഷണ സംഘം എത്തിച്ചേർന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇത് സംബന്ധിച്ച് കേരളത്തിൽ വിവാദങ്ങൾ നടന്ന കാലത്ത് തന്നെ ഇത് BJPക്ക് വേണ്ടി എത്തിച്ചതാണ്, നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി എത്തിച്ചതാണ് എന്ന് തെളിഞ്ഞിട്ടുള്ള കാര്യമാണ്. ഒരുപക്ഷെ ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും സ്വന്തം പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് ഫണ്ട് തന്നെ കൊട്ടേഷൻ ടീമിനെ വെച്ച് സ്വന്തം പാർട്ടിക്കാർ തന്നെ അടിച്ചു മാറ്റുക എന്ന് പറയുന്ന കാര്യം നടന്നത്. എന്തായാലും ഇക്കാര്യങ്ങൾ മൂടിവെക്കാനും ഒളിച്ചു വെക്കാനും ആദ്യഘട്ടത്തിൽ BJPയുടെ സംസ്ഥാന നേതൃത്വം നിരന്തരം ശ്രമം നടത്തിയിരുന്നു. ആ ശ്രമം നടത്തിയത് പകൽ പോലെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. BJPയുടെ ഏതാനും ചില സംസ്ഥാന നേതാക്കന്മാരും തൃശ്ശൂരിലെ ചില നേതാക്കന്മാരും മാത്രം അറിഞ്ഞുകൊണ്ട് നടന്നിട്ടുള്ള ഒരു ഇടപാടാണിത്. കാര്യങ്ങളൊക്കെ അന്ന് പാർട്ടിക്കുള്ളിലും ഏറെ ചർച്ചയായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ BJPയുടെയും അതുപോലെ CPMന്റെയും നേതൃത്വങ്ങൾ തമ്മിലുണ്ടാക്കിയ ഒത്തുതീർപ്പിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും തമ്മിൽ ഒരു ഒത്തുകളി നടന്നതിന്റെ ഭാഗമായി തന്നെയാണ് ഈ കേസ് അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നത്. ഇത് മാത്രമല്ല, കരിവന്നൂർ കേസും സമാനമായ രീതിയിൽ അട്ടിമറിക്കപ്പെടും. ഒരു തർക്കവും ആ കാര്യത്തിൽ വേണ്ട. ഇവിടെ രാജീവ് ചന്ദ്രശേഖരനെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റായി കൊണ്ടുവന്നതടക്കം ഈ വിഷയങ്ങളെല്ലാം BJP CPM അന്തർധാരയുണ്ട് എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്. അടുത്ത കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വളരെ നിരവധി മണ്ഡലങ്ങളിൽ CPM BJP അന്തർധാരയുണ്ടായിരുന്നു. അതിന്റെ ഒരു എക്സ്റ്റൻഷൻ ഈ വരുന്ന തെരഞ്ഞെടുപ്പുകളിലും കാണും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. വളരെ വ്യക്തമായ രീതിയിൽ തന്നെ CPM BJP ബാന്ധവം സംസ്ഥാനത്തുണ്ട്. അതിന്റെ തെരഞ്ഞെടുപ്പൊക്കെ വരാനിരിക്കുകയാണല്ലോ സന്ദീപ്. അപ്പോ അത്തരം നീക്കുപോക്കുകൾ ഉണ്ടായെന്ന ആരോപണമാണ് സന്ദീപ് ഉന്നയിക്കുന്നത്. അത് ഈ തെരഞ്ഞെടുപ്പിലൊക്കെ പ്രതിഫലിക്കാനുള്ള സാധ്യതകളുണ്ടോ? കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് കൃത്യമായ രീതിയിൽ BJP CPM ധാരണയുണ്ടായിരുന്നു. അത് BJPക്ക് അകത്ത് നിൽക്കുന്ന നേതാക്കന്മാർക്ക് പോലും അറിയാത്ത രീതിയിൽ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടൊക്കെ ചില തീരുമാനങ്ങൾ BJP എടുത്തത് CPMനെ സഹായിക്കാനായിരുന്നു എന്നുള്ളത് പിന്നീട് തെളിഞ്ഞിട്ടുള്ള കാര്യമാണ്. എന്റെ വ്യക്തിപരമായ അനുഭവത്തിൽ നിന്ന് തന്നെ ഞാൻ കൊട്ടാരക്കരയിൽ മത്സരിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായ ഘട്ടത്തിൽ കൊട്ടാരക്കരയിൽ നിന്ന് എന്നെ മാറ്റാൻ വേണ്ടി വലിയ പരിശ്രമം ഉണ്ടായി. അങ്ങനെ കൊട്ടാരക്കരയിൽ നിന്ന് എന്നെ മാറ്റി പാലക്കാട് തൊണൂർ മത്സരിക്കാൻ നിർബന്ധിതനാക്കി. കൊട്ടാരക്കരയിൽ എന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ തുടങ്ങാൻ വേണ്ടി നിർദ്ദേശം നൽകിയതിനു ശേഷമാണ് അവിടുന്ന് മാറ്റിയത്. BJP ഡീലിന്റെ ഭാഗമെന്നാണോ സന്ദീപ് ആരോപിക്കുന്നത്? ബാലഗോപാലിനെ വിജയിപ്പിക്കാൻ വേണ്ടി CPM BJP നേതൃത്വങ്ങൾ തമ്മിലുണ്ടാക്കിയ ഡീലിന്റെ ഭാഗമായിട്ടാണ് കൊട്ടാരക്കരയിൽ നിന്ന് എന്നെ മാറ്റിയത് എന്ന് പിന്നീട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അവിടെ വളരെ ദുർബലനായിട്ടുള്ള സ്ഥാനാർത്ഥിയാണ് പിന്നീട് BJP പ്ലേസ് ചെയ്യുന്നത്. BJPക്ക് തൊട്ട് മുൻപ് നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 40,000-ലധികം വോട്ട് കിട്ടിയ കൊട്ടാരക്കര മണ്ഡലത്തിൽ പിന്നീട് എന്തുകൊണ്ട് BJP ശക്തനായിട്ടുള്ള സ്ഥാനാർത്ഥിയെ നിർത്തിയില്ല? അവിടുത്തെ പ്രവർത്തകർ മുഴുവൻ ആഗ്രഹിച്ചത് അവിടുത്തെ